മൈത്രേയൻ എന്നൊരു പേര് വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് വെക്കാതെ പൂർണ്ണമാവില്ല വരി. അല്ലെ, സാധാരണ പോലെയുള്ള ഒരു സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബജീവിതത്തിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സാധാരണ ആണുങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലെ, അതേ ഇഷ്ടമുള്ളൂ. മകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശരിക്കും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നോ? എങ്ങനെ എന്ത് സംസാരിക്കണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ അധികം മകളെക്കാൾ കൂടുതൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ആളാണ് എപ്പോഴും. രണ്ടാമത് മാത്രമേ ഞാൻ മകളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മകളോ ജയശ്രീയോ അല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ ലോകത്തിനെ പറ്റിയാണ് ചിന്തിച്ചിട്ടുള്ളത്. ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ജയശ്രീയുടെ കൈ കൊടുക്കുന്ന പുസ്തകം തന്നെ ഫെമിനിസ്റ്റ് പുസ്തകമായിരുന്നു. അതുവരെ എന്നെ നല്ല പെണ്ണായിട്ട് കണ്ടിരുന്ന ആളുകൾ മുഴുവനും ആ ദിവസം തൊട്ട് എന്നെ ഒരു ചീത്ത സ്ത്രീയായിട്ട് കാണുകയാണ്. അത് ആണുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഒരു തരത്തിൽ പോലും മകളുടെ ഭാഗത്തൊരു ചോദ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള പേരൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അച്ഛനമ്മമാർ പോലെ വിവാഹം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ല, അവള് ചോദിച്ചിട്ടില്ല. അവള് പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന അവള് വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു സമയമുണ്ട്. സ്കൂളിൽ വിഷമം, കൂട്ടുകാരുമായിട്ട് ഒരു വിഷമിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം പറഞ്ഞതെന്ന് ഞങ്ങൾ ആദ്യം അവരുടെ കൂടെ കേൾക്കുകയാണ്. കനിയുടെ അമ്മയും അച്ഛനെ പോലെ അമ്മയും അച്ഛനെ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കനികുസൃതി അറിഞ്ഞത് ഒരു ആർട്ടിസ്റ്റാണ്, വേഷങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ സാധനം ബിരിയാണി സിനിമയിലെ ക്യാരക്ടറൊക്കെ. ഇല്ല, നമ്മളൊരിക്കലും അവളുടെ അഭിനയത്തിനകത്ത് അവൾ തിരഞ്ഞെടുത്ത ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ അവൾ ഏത് സിനിമയിൽ അഭിനയിക്കണം ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. അതേതുപോലെ തന്നെയാണ് അവള് കുറെ കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്. അങ്ങനെ അഭിനയിച്ചതിന് ശേഷമേ അറിഞ്ഞിട്ടുള്ളൂ. വിവാഹം എന്നുള്ള രീതിയിലേക്ക് പറയൂ. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ പലരും ചോദിക്കുമായിരുന്നു കനി വലുതായ സമയം മോളെ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം കല്യാണം കഴിക്കട്ടെ, അത് കഴിച്ചിട്ടില്ല. പിന്നെ വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇത്ര നേരം വിശേഷങ്ങളിലും അസാന്നിധ്യത്തിലും പേരുകൊണ്ടും വിശേഷങ്ങൾ കൊണ്ടൊക്കെ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളുണ്ട്. നമുക്കൊപ്പം ജോയിൻ ചെയ്യാണ് ജയശ്രീ, ഡോക്ടർ ജയശ്രീ മാം. നമസ്കാരം. നമസ്കാരം. ഇത്ര നേരം മാം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും സംസാര വിഷയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മൈത്രേയൻ എന്നൊരു പേര് വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് വെക്കാതെ പൂർണ്ണമാവില്ല വരി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കുറേ തലത്തിലേക്ക് നമുക്ക് ചുറ്റുപാടുകൾ മാറുന്നതിൻ്റെ ഒപ്പം ആ ചിന്താഗതിയിൽ മാറിയിട്ടുണ്ട്. ഇതില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചൊരു തീരുമാനമുണ്ട്. ഇത് ഒരേ സമയം ഒരു തീരുമാനം 2 പേരിലേക്ക് സംഭവിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്ന് തന്നെ കരുതിക്കൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്? അതെ. അല്ലെ, സാധാരണ പോലെയുള്ള ഒരു സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബജീവിതത്തിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെപ്പറ്റി തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് വേറൊരു തരത്തിൽ ജീവിക്കുന്ന ആളായിട്ടാണ് ഞാൻ എന്നെ പറ്റി സങ്കല്പിച്ചിരുന്നത്. ഗുരുകുലമായിട്ട് ഉള്ള ബന്ധം ഉണ്ടായിരുന്നു. അപ്പം മൈത്രേയനെ കണ്ടതും ഗുരുകുലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കാണുന്ന പോലെയുള്ള സ്ത്രീകളുടേതായ റോളുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ വീട്ടിൽ ചെയ്യേണ്ടതായ ജോലികൾ, അതുമായിട്ടൊന്നും ഞാൻ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യുകയോ പൊരുത്തപ്പെടുകയോ ചെയ്യാത്ത ഒരാളാണ്. എനിക്കിങ്ങനെ ചർച്ചകൾ ചെയ്യാനും ഇങ്ങനെ സാധാരണ ആണുങ്ങൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ അതെ അതെ സാധാരണ ആണുങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലെ, അതേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാധാരണ പോലെ ഒരു കല്യാണം കഴിച്ചാൽ അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെയല്ലല്ലോ അത്. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തന്നെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ സമയത്ത് സാധാരണ പോലത്തെ ഒരു ജീവിതം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മൈത്രേയനുമായിട്ട് സംസാരിക്കും പിന്നെ അങ്ങനെ വേണ്ടി വരില്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാന്ന്. പറഞ്ഞ വാക്കുകൾ തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ് ശരിക്കും. ഇപ്പോൾ ഈ ആളുകൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ചിന്തയ്ക്കൊപ്പം പറ്റിയിരുന്നെങ്കിൽ നല്ല അങ്ങനെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ആ ചിന്തയ്ക്കൊപ്പം തന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആണായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ആണാവേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പോഴും അതെ, ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ അതൊരു ശരിയായ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ ചെയ്യുന്ന വലിയ വളരെ മഹത്തായ കാര്യം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കരമായ സാക്രിഫൈസ് പോലെയുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾ ചെയ്യുന്നത്.
എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ശരിക്കും ഒരു മാതൃത്വം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു പ്രൊഫഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് സയന്റിസ്റ്റ് ആവാനൊക്കെ ആയിരുന്നു ഇഷ്ടം. പിന്നെ മെഡിസിനിലേക്ക് പോയി. മെഡിസിനേക്കാളും എനിക്ക് സയന്റിസ്റ്റ് ആവാനായിരുന്നു ഇഷ്ടം. അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് തൊട്ട് അങ്ങനെ മാത്രമേ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മറ്റേത് ഞാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ശരിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന രണ്ടുപേർ, ഒരേ ചിന്താഗതിയുള്ള രണ്ടുപേരെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്തോ ഒരുമിച്ചുള്ളൊരു യാത്ര തുടങ്ങുന്ന സമയത്തോ എവിടേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരും അല്ലേ? ഈ ചിന്തകൾ ഉണ്ടെന്നിരിക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെയാണോ ഈ യാത്ര തുടങ്ങിയത്? പോകെ പോകെ വഴിയെ വഴിയെ പരസ്പരം മനസ്സിലാക്കാൻ അങ്ങനെയൊന്നുമല്ല. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു യോജിപ്പിലൊന്നും ഒരിക്കലും എത്തുമൊന്നുമില്ല. ഇല്ല, ശരിക്കും അത്തരത്തിൽ യോജിച്ച് പോയവർ ശരി എവിടെയാ ശരിക്കും വേറെ പിരിയ? ശരിക്കും ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ശരിക്കും എങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പറഞ്ഞ യോജിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ യോജിപ്പ് എല്ലാത്തിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും പിന്നെ ജീവിതവും വ്യത്യാസമാണല്ലോ. ഒരു ആണുങ്ങൾ ജീവിക്കുന്ന പോലെ അല്ലല്ലോ, അതിനുള്ള സാഹചര്യമല്ലല്ലോ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ അനുഭവം തന്നെ രണ്ട് തരത്തിലായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ തന്നെയും വ്യക്തികൾ തമ്മിലും വ്യത്യാസമുണ്ട്. ശരിക്കും ഇപ്പൊ ഈ രണ്ടുപേരിൽ നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോഴും ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. കാരണം മകൾ എന്നുള്ളത്. അപ്പോൾ മോള് ശരിക്കും എത്ര നാള് വരണം അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് കുറച്ചുകൂടി പക്വതയാവുന്ന അല്ലെങ്കിൽ പ്രാപ്തമാവുന്ന ഒരു സമയം വരെ കാത്തു നിൽക്കുന്നു പറഞ്ഞു. മകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശരിക്കും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നോ? എങ്ങനെ എന്ത് സംസാരിക്കണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ അധികം മകളെക്കാൾ കൂടുതൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ആളാണ് എപ്പോഴും. രണ്ടാമത് മാത്രമേ ഞാൻ മകളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മകളോ ജയശ്രീയോ അല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ ലോകത്തിനെ പറ്റിയാണ് ചിന്തിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ കോൺട്രിബ്യൂഷന്റെ മേഖലയ്ക്ക് അകത്ത് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കൂട്ടത്തിലാണ്. ലോകത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയായിരുന്നു ജീവിതം മുഴുവൻ ആലോചിച്ചിട്ടുള്ളത്. അതിനകത്ത് ജയശ്രീയെ ഞാൻ കണ്ടെത്തുന്നതിന് ജയശ്രീ എന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സൈഡുണ്ട്. ഇങ്ങനെ ഒരു ആളുണ്ട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് രണ്ടുപേർക്കും കൂടി യോജിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ജയശ്രീയുടെ കൈ കൊടുക്കുന്ന പുസ്തകം തന്നെ ഫെമിനിസ്റ്റ് പുസ്തകമായിരുന്നു. അപ്പൊ ജയശ്രീ ആ മേഖല അപ്പം നോക്കുന്ന ജയശ്രീ ഫിലോസഫിയും സയൻസും ആയിരുന്നു വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ മേഖലയിലായിരുന്നു കൂടുതൽ പൊളിറ്റിക്കലായിട്ടുള്ള മേഖലകളിനകത്തേക്ക് ഞാൻ ഒരു പുസ്തകം കൊടുക്കുന്നതായിട്ട് അന്ന് തൊട്ടാണ് ആ ചർച്ചകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജയശ്രീയും ഞാനും തമ്മിലുള്ള ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുവായ ലോകത്ത് ജീവിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരാളെൻ്റെ കൂടെ കൂടിയതായിട്ടാണ്. ഈ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഈ ഒരുമിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരുടെ വ്യക്തിത്വങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൂന്നാമതൊരു വരുന്ന കക്ഷിയുണ്ട്, കനി അല്ലേ? അവിടെ മകളായിട്ട് ഒപ്പം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കൊപ്പം തന്നെ അവിടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്ടവും സ്വാർത്ഥതയൊക്കെ വരും ഇല്ലേ? അത്തരത്തിൽ പാരന്റിങ്ങിലും ഈ വ്യത്യസ്തത ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഈ പരിഗണനകൾ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് പാരന്റ് ചെയ്തിട്ടൊന്നുമില്ല, ലാളിച്ചിട്ടൊന്നുമില്ല? നിങ്ങൾ ഈ സാധാരണ രണ്ടുപേരെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മള് വീട്ടിൽ ഒരിക്കലും രണ്ടുപേരല്ല, കൊറേ പേരുണ്ടാവും. അപ്പം അവൾക്കും അതുകൊണ്ട് ഒരു രണ്ടുപേരുടെ പാരന്റിങ് ഒന്നും ഇല്ല. അവൾക്കുള്ള ഒരു വീട്ടില് മുഴുവൻ സമയം ആളുകൾ വേറെ ഉണ്ടാവും വളരെ. അപ്പൊ നമ്മൾ രണ്ടുപേര് മാത്രമായിട്ടല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുമുള്ളു വളർച്ചയിലൊക്കെ. പിന്നെ എൻ്റെ പേരൻസ്, മൈത്രേന്റെ പേരൻസ് അവിടെ ആയിരിക്കും ചിലപ്പോൾ അവള്. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചെയ്ത് വെച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും നോക്കും. അത് ഇപ്പോഴും ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവും. നമുക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ശ്രദ്ധ അതൊരിക്കലും വിട്ടുപോവില്ല. അത് എപ്പോഴും അവര് എങ്ങനെ വളരുന്നു, അത് ശരിയായിട്ടാണോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ആ ഒരു ശ്രദ്ധയാണ് എനിക്കുള്ളത് എപ്പോഴും. അത് ആദ്യം തൊട്ട് എപ്പോഴും ഉണ്ട്. അത് ഓരോ സ്റ്റേജിലും അതുണ്ടാവും. ഈ ഇപ്പം മകൾ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ ചുറ്റുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? വിദ്യാർത്ഥികളായിട്ട് തന്നെ സ്കൂളിലുണ്ട് എന്നുള്ളത്. അപ്പം അവരവരുടെ പാരൻസ് പെരുമാറുന്നതാണെന്നെങ്കിൽ പോലും അങ്ങനെ കൊണ്ടുനടക്കുന്നതാണെങ്കിൽ പോലും ഇത് ശരിക്കും കനി കാണുന്നുണ്ട് ഇല്ലേ? ഈ ആവശ്യപ്പെടലുകൾ ഉണ്ടാവാറുണ്ടോ? എന്തേ ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിന്റെ പേരിൽ കൂടിയാണ് ഈ ഒരുമിച്ചുള്ളൊരു യാത്ര തുടങ്ങി വെക്കുന്നത് എന്നുള്ളതും ഇതിൽ ഇത്തരം തന്നെ പരസ്പരം മനസ്സിലാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളതും മകൾ മനസ്സിലാക്കി വരാൻ സമയം എടുത്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഒരു പ്രായം വരുന്നവരായിരിക്കും. ഇതിന് മുമ്പേ സംശയങ്ങൾ വല്ലാതെ അല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാറുണ്ടോ ശരിക്കും? അവള് ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർക്കും അത്ര എളുപ്പമല്ല. നമ്മൾ ഏത് കുട്ടികൾക്കും പേരൻസിനോട് അങ്ങനെ എല്ലാം തുറന്നു ചോദിക്കാൻ എളുപ്പമായിരിക്കില്ല. അവള് വളർന്നതിന് ശേഷമാണ് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുന്നത്. അല്ലാത്തപ്പോഴും അല്ലാത്ത തരത്തിലുള്ള സംശയങ്ങളാണ്. എല്ലാ കുട്ടികളും ലോകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമല്ലോ. അങ്ങനത്തെ സംശയങ്ങൾ എപ്പോഴും. പിന്നെ മൈത്രേയൻ എപ്പോഴും ഇങ്ങനെ അവള് മാത്രമല്ല, വീണ്ടും ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അവളുടെ കൂട്ടുകാരും കുട്ടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്ത് പോവുകയും എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത്തരം സംശയങ്ങളൊക്കെയാണ് ആ സമയത്ത് അവൾ ചോദിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വളരുമ്പോഴേ അവർ തിരിച്ചറിയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവള് പറഞ്ഞ് മനസ്സിലായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അങ്ങനെ അറിയാം. അവള് ചോദിക്കുന്ന സമയം അങ്ങനെ ചോദിച്ച് വീട്ടിനകത്ത് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ ജീവിച്ചിട്ടത്, ഇങ്ങനത്തെ ഒരു ചോദ്യം അവള് ചോദിച്ചിട്ടേ ഇല്ല. ഒരു തരത്തിൽ പോലും മകളുടെ ഭാഗത്തൊരു ചോദ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള പേരൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അച്ഛനമ്മമാരും പോലെ വിവാഹം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ല, അവള് ചോദിച്ചിട്ടില്ല. അവള് പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന അവള് വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ശരിക്കും ഇതുപോലെ ഇപ്പം ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു ടെലിവിഷൻ, എനിക്ക് തോന്നുന്നു സൂര്യക്കാരായിരുന്നു തോന്നുന്നു, അവര് ഈ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവള് ഓടി ഇങ്ങനെ കയറി വന്നു. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആ കയറി വരുന്ന സമയത്ത് വന്നിട്ട് അപ്പോൾ അവള് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ചങ്ങ് ഓടിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവര് ചോദിച്ചു, ഞങ്ങൾ മകളോടത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചോട്ടെ, അപ്പം ലിവിങ് ടുഗദറിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവളെ വിളിച്ച് നമ്മൾ പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവള് വന്നിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഈ അമ്മയും അച്ഛനെ ഇങ്ങനെ വിവാഹം കഴിക്കാതെ പോകുമ്പോൾ സ്കൂളിൽ വിഷമം, കൂട്ടുകാരുമായിട്ട് അവർ വിഷമിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം പറഞ്ഞതെന്ന് ഞങ്ങൾ ആദ്യം അവരുടെ കൂടെ കേൾക്കുകയാണ്. ഇവര് കനിയുടെ അമ്മയും അച്ഛനെ പോലെ അമ്മയും അച്ഛനെ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു പറച്ചിൽ വരുന്നത്. കാരണം അവളത് അനുഭവിക്കുന്ന, ഈ കുട്ടികൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാല് അവൾക്ക് വലിയ സ്വാതന്ത്ര്യമുള്ളതായിട്ട് അവർ കാണുന്നുണ്ട്. ഈ ഒരു അമ്മയും അച്ഛനും ഇങ്ങനെ നമ്മുടെ കഴുത്തിന്റെ മുന്നേ നിന്ന് താഴോട്ട് നോക്കുന്ന, മോണിറ്റർ ചെയ്യുന്ന അനുഭവം ഇല്ലാത്ത ഒരു കുട്ടിയെ മറ്റുള്ളവർ അനുഭവിച്ചത് കൊണ്ടാകാം അങ്ങനെ പറഞ്ഞ്. അതാരും നമുക്ക് ആകെ അന്ന് ആ കാലത്ത് കിട്ടിയ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവൾ ഈയിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സാധാരണ ഒരു അമ്മ അച്ഛനെ എനിക്ക് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ലാതെ അങ്ങനെ ഈ നാട്ടുകാരുടെ ഗുഡ് ബുക്കിൽ കഴിയേണ്ടി വരുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിനകത്താണ് അവൾ ഈ അമ്മ അച്ഛൻ ഡിഫറെന്റ് ആണെന്ന് അറിയുന്ന ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട്. വളരെ ഗ്രാമം, ഞാൻ നഗരത്തിന്റെ അരിയിൽ തന്നെ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു നമ്മളുള്ളത്. അപ്പൊ അവിടെയുള്ള മുഴുവൻ പേർക്കും അവളെ അറിയാം. അപ്പൊ അങ്ങനെ അറിയുന്നത് കാരണം കൊണ്ട് ഈ പറഞ്ഞ സോഷ്യൽ ഐഡന്റിറ്റിക്കകത്ത് നമ്മൾ അത്ര ശരിയല്ലാത്തവരാണെന്നുള്ള കാര്യം ആളുകൾ പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു അമ്മയും അച്ഛനെ കിട്ടിയാൽ മതി എന്നൊക്കെ ഒരു സമയത്ത് അവൾ അനുഭവിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇത് അവള് ഇപ്പൊ പറഞ്ഞായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് നേരെ തിരിച്ചാണ് പിന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് അവളുടെ സംബന്ധിച്ചോളം ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ വിട്ടുപോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവള് വന്ന് ഒത്തിരി എന്താ പറയണ വലിയ ബഹളം പോലെ വയ്ക്കുന്നുണ്ട്. ഇതൊന്നും പറയുന്നില്ല, ഞാൻ പോകണ്ടെന്ന് പറയുന്നതല്ല, അവൾക്ക് കാല് വയ്യാന്നൊക്കെ പറയും. അവൾക്ക് മൈത്രേയൻ പോകുന്ന സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതെ, അവളുടെ കാല് എന്തോ കാല് വയ്യാന്നൊക്കെ പറഞ്ഞ് സാധനമൊക്കെ പറയുമ്പോഴും അവളെന്ന് ഇത്രയും ബഹളം വയ്ക്കുന്നതെന്നൊക്കെ ഞാൻ, പക്ഷെ അത് ഞാൻ പോകുന്നതെന്ന് ആ വാക്ക് പറയുന്നേ ഇല്ല. മൈത്രേയൻ പോകണ്ട, ഇവിടെ ഇരിക്കുന്നത് പറയുകയല്ല, വേറെ കാര്യങ്ങളൊക്കെ പറയാ. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രമങ്ങൾ ശരിക്കും പോവാതിരിക്കാനുള്ള ശ്രമങ്ങള് കനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇത് ഈ വേറെ കാര്യങ്ങളാ പറയുന്നത്. അവൾക്ക് കാല് വയ്യാതിരുന്ന് പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു, രാത്രിയിൽ ആ പ്ലാസ്റ്റർ എടുത്ത് കളഞ്ഞ്, രണ്ടാമത് പിന്നെ ഞാൻ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ അവൾ ഒരിക്കലും എന്റെ അടുത്ത് മൈത്രേയൻ പോകാതെ ഇരിക്കും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെട്ട് അസോസിയേറ്റ് ചെയ്തില്ല. പിന്നീട് ഞാൻ ഇത് ആലോചിക്കുമ്പോഴാണ് അത് ശരി, ഇതിനാണ് ഇത് അവളെപ്പോഴും അങ്ങനെ ഡിമാൻഡുകൾ വെക്കാറില്ല. കുട്ടിക്കാലം മുതലേ അങ്ങനെ അധികം ഡിമാൻഡുകൾ എനിക്കത് വേണം അല്ലെ അങ്ങനെ വേണമെന്ന് അവളെപ്പോഴും ബാക്കിയുള്ളവരുടെ ഇതും കൂടെ നോക്കുന്നത്. ഇപ്പൊ നമ്മളുടെ കംഫർട്ടും കൂടെ അവള് നോക്കും എപ്പോഴും. ഒന്ന് ചോദിച്ചോട്ടെ, ശരിക്കും അത്തരത്തിലൊരു ചോദ്യം ആവശ്യം വന്നിരുന്നെങ്കിൽ എവിടേക്കും ഒരു ഇമോഷണൽ കണക്ഷനിൽ പോവാതിരിക്കുമായിരുന്നു? ഇല്ല, പോവും.
ഞാനത് പറഞ്ഞ് മനസ്സിലാക്കത്തേ ഉള്ളൂ പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഞാൻ ജീവിതത്തിന്റെ ബോധ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിന് ഇപ്പൊ അവളെ ഞാൻ നോക്കുന്നത് പോലെ, ജയശ്രീയുടെ കൂടെ ജീവിക്കുന്നത് പോലെ, സാമൂഹികമായ മേഖലകൾ ചെയ്യുന്നത് പോലെ ഒരു കാര്യം തന്നെയാണ് അവളെ വളർത്തുന്നതും. അതുപോലൊരു ആക്റ്റാണ്. അല്ലാതെ സാധാരണ നമ്മുടെ എന്തോ പ്രതീക്ഷ പൂവണിയുന്ന കാര്യമാണ് മക്കളെന്നുള്ള നിലവാരത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇഷ്ടപ്പെടുന്നല്ലോ. ഒപ്പം തന്നെ ഈ ചിന്തകൾക്കും ജീവിതത്തിന് അത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും എവിടേക്കോ മകളുടെ വിവാഹവും പേരമക്കളും ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഒരിക്കലും ഞാൻ എല്ലാ മനുഷ്യരോടും എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. ഞാനിങ്ങനെ മക്കളെ മിസ് ചെയ്യുക ഇതൊന്നുമില്ല. അവള് എനിക്ക് മറ്റുള്ളവരെ പോലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാത്ത ഒരു വശമുണ്ട്. നമ്മൾ വളർത്തിയ കുഞ്ഞിനെ നമ്മുടെ ഇഷ്ടം എന്നുള്ളതല്ലാതെ അവരിലല്ല ജീവിതത്തിന്റെ മറ്റ് പ്രതീക്ഷകളൊക്കെ ആൾക്കാർ വയ്ക്കത്തില്ല. അങ്ങനത്തെ ഒരു ജീവിതമില്ല. അങ്ങനെ അല്ല കണ്ടിരുന്നത്. അവള് ഇൻഡിപെൻഡന്റ് ആയ ഒരു വ്യക്തിയാണെന്ന് അറിയുന്നത് കൊണ്ടും അവളുടെ തീരുമാനങ്ങളെ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്ന നിലവാരത്തിൽ പ്രതീക്ഷകൾ വയ്ക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഒരു സമയത്തും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അവളുടെ നീഡുകൾ അവൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയതും സാമൂഹികമായിട്ട് അവളിൽ വല്ല മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നർച്ചർ ചെയ്യുക നമ്മൾ പറയുന്ന ശരിക്കും പറഞ്ഞാൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പ്രൂൺ ചെയ്യുന്ന പണിയല്ല ചെയ്തിട്ടുള്ളൂ. ഇത്തരം ചിന്തകൾ ആദ്യം പലപ്പോഴും പങ്കുവെക്കാനുള്ളത് ശരിക്കും അമ്മമാരായിരിക്കും അല്ലെ? സോ അത്തരത്തില് ഇവിടെ ഉണ്ടായിരുന്നു മാമിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ചിന്ത? എങ്ങനെ ഒരു വിവാഹം എന്നുള്ള രീതിയിലേക്ക് പറയോ? എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ പലരും ചോദിക്കുമായിരുന്നു കനി വലുതായ സമയം മോളെ കല്യാണം കഴിക്കുന്നില്ലേ? പറഞ്ഞു ഞാൻ ആദ്യം കല്യാണം കഴിക്കട്ടെ, അത് കഴിച്ചിട്ടില്ല, പിന്നെ മോളുടെ കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ യാതൊരു സ്വപ്നങ്ങളും എനിക്കില്ല. എന്നുവെച്ചാൽ എനിക്ക് കുട്ടി വേണമെന്നുള്ളത് എൻ്റെ കാര്യം, അവൾക്ക് കുട്ടി വേണമെന്നുള്ളത് അവളുടെ കാര്യമാണ്. കുട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പോൾ നമ്മൾ അതിനോട് താല്പര്യം ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നുമില്ല. ഇല്ല. ഈ രണ്ടുപേർക്ക് അതിൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരും അഭിപ്രായങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് അറിഞ്ഞപ്പോൾ കുറേ കൂടിയും കനികുസൃതി അറിഞ്ഞത് ഒരു ആർട്ടിസ്റ്റാണ്, വേഷങ്ങളിലൂടെയാണ്, വാക്കുകളിലൂടെ ആയിരുന്നില്ല കൂടുതലും അല്ലേ? പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ സാധനം ബിരിയാണി സിനിമയിലെ ക്യാരക്ടറൊക്കെ. ഇപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു ആശയം അവിടെ പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ആ ക്യാരക്ടറിൽ ഉൾക്കൊള്ളുന്ന പോലെ പല വ്യക്തിത്വങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ശരിക്കും എന്താ ആ ഒരു ക്യാരക്ടർ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത്തരം സാഹചര്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവുന്നതിനെ കുറിച്ച്? ഇല്ല, നമ്മളൊരിക്കലും അവളുടെ അഭിനയത്തിനകത്ത് അവൾ തിരഞ്ഞെടുത്ത ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ അവളെ ഏത് സിനിമയിൽ അഭിനയിക്കണം ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് അവള് കുറെ കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ അഭിനയിച്ചതിന് ശേഷമേ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ അടുത്ത് എന്നെ പരിചയമുള്ള ഞാൻ ആർട്ടിസ്റ്റുകളായിരിക്കുന്നവരും അതേപോലെ തന്നെ ഡയറക്ടേഴ്സിനെ എല്ലാം നേരിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സെക്യുലർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയായിരുന്നു. 400 പേര് കേരളത്തിനകത്ത് അറിയപ്പെടുന്നവർ മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ. അത് നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലെ ഈ ധ്രുവീകരണം ആരംഭിച്ചപ്പം അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 10-50 പേര് എങ്കിലും ഈ 400 പേർക്ക് സിനിമ സംവിധായകരുണ്ട്. അപ്പം അവരെയൊക്കെ നേരിട്ട് അറിയുന്ന ആൾ, കനി ഡ്രാമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം, എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്നവരാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരിക്കലും അവരുടെ സിനിമയിൽ ഒരു റോൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒന്നും ശ്രമിച്ചിട്ടേ ഇല്ല. ഇപ്പം ലെനിൻ രാജേന്ദ്രനൊക്കെ എൻ്റെ വളരെ ക്ലോസ് ആയ ഫ്രണ്ടാണ്. KP കുമാരന്, TV ചന്ദ്രൻ, ഇവരെല്ലാവരും പരിചയക്കാരാണ്. അപ്പം അതേപോലെ തന്നെ ഈ പോപ്പുലർ സിനിമകളിൽ അതുപോലെ ലോഹിദാസ് ശരിക്കും പറഞ്ഞാൽ കനിയെ അയാളുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട്, എനിക്ക് തോന്നുന്നു മീര ജാസ്മിൻ്റെ കൂടെ കണ്ട് അഭിനയിക്കാനാണ് വിളിച്ചിട്ട്, ഈ വിളിച്ച ആള് പറഞ്ഞ വാക്ക് കേട്ടിട്ട് അവള് വരുത്തില്ലെന്ന് പറയും. ഈ അസിസ്റ്റന്റ് നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു ആ വാക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടും ഈ ക്യാരക്ടർ ഉപയോഗിച്ച്. അപ്പൊ അവള് പറഞ്ഞ എന്നെ രക്ഷപ്പെടുത്തണ്ട അങ്ങനെ പറഞ്ഞു കളഞ്ഞിട്ട് എന്നിട്ട് ലോഹിദാസ് എന്നെ വിളിച്ചു, ഇത് എന്തൊരു മകളെയാടും നിങ്ങൾ ഉണ്ടാക്കി വിട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അത് മിസ് ചെയ്യും. അങ്ങനെ അവർ ആ ചാൻസ് മിസ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട്
ഞാൻ തന്നെ എൻ്റെ അടുത്ത് അന്വേഷിച്ച് വന്നിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരിക്കലും അവിടെ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഈ പരിചയപ്പെടുത്തിയവരല്ല എന്നുള്ളതല്ലാതെ ഞാൻ അവരുടെ കൂടെ എന്തുകൊണ്ട് നീ ആ സിനിമ അഭിനയിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിൽ നമ്മൾ ഇടപെടാറില്ല. അവള് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു, പലരും സിനിമയിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവള് പോകുന്നില്ല, ചിലപ്പോൾ അതിന് നമ്മൾ കൂടുതൽ ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് പോകാത്തതെന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ആ വളർച്ച ചെന്ന് എത്തി നിൽക്കുന്നത് കാൻ ഫെസ്റ്റിവലിൽ എത്തി നിന്നു എന്നുള്ളതാണ്. ഏതൊരു മൊമെന്റിൽ അത് അറിഞ്ഞ് ശരിക്കും കനി തന്നെ വിളിച്ചു പറഞ്ഞതായിരുന്നോ അതോ ഇത്തരത്തിൽ പല സിനിമകളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞതെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. അതിന്റെ വലിയൊരു സിനിമയെ പറ്റി ഞാൻ അമേരിക്കയിലായിരുന്നു. അപ്പം ഈ ന്യൂസിനകത്തൂടെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, കനി തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു 5 പേര് ഞങ്ങൾ അതിനകത്തുള്ള ഒരു ഗ്രൂപ്പ്. അതിനകത്ത് അവളിങ്ങനെ അവളുടെ സിനിമ ഇങ്ങനെ കാൻ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവളാണ് അത് അറിയിച്ച്. അങ്ങനെ ഇതിനകത്ത് ഇടുമ്പോൾ ഞങ്ങളെല്ലാം അത്രയും പേര് 5 പേര് അറിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞ്. പക്ഷെ ഞാൻ അമേരിക്കയിലായത് കാരണം കൊണ്ട് എനിക്ക് കാണാം ഈ ലൈവ് ഷോ ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ടെലിവിഷനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും കാൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഇങ്ങനെ നടക്കുകയും ഇവരെ വിളിച്ച്, അതുകൊണ്ട് ഞാനത് മുഴുവനും ശരിക്കും പറഞ്ഞ് വിഷ്വലായിട്ട് കാണുകയും ഡയറക്റ്റായിട്ട് അനുഭവിച്ച പോലെ തന്നെ നമ്മൾ അനുഭവിക്കുകയും ചെയ്തായിരുന്നു. അത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ആളുകൾ എപ്പോഴും ഇങ്ങനെ പറയും, എനിക്ക് ഉടനെ മെസ്സേജ് വരും, പ്രൗഡ് ഫാദർ എന്നിട്ട്. ഞാൻ പറയും ഐ എം നോട്ട് പ്രൗഡ്. പ്രൈഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ താഴ്ത്തില്ല, നമ്മൾ മറ്റുള്ളവരെ ബിലിറ്റിൽ ചെയ്യണം, എന്നാലേ നമ്മൾ പ്രൈഡ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്നത്. ശരിക്കും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും ചോദിക്കാതെ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം തീരുമാനം എടുക്കുകയും ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഇതിപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു സർക്കിളാണ്, നമുക്കിതിങ്ങനെ പോവാം, മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു എന്താ പറയുക ഒരു തോട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, മറ്റുള്ളവരിൽ നിന്ന് അറിയണം എന്നുള്ള ചിന്ത ശരിക്കും തുടങ്ങി വെക്കുന്നത് എപ്പോഴാണ്? ഈ എത്തിക്കാൻ വേണ്ടിയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും ശ്രമിക്കുന്നതല്ല. മറ്റുള്ളവരോട് ഉത്തരം പറയാൻ നമ്മൾക്ക് ബാധ്യത വരികയാണ്. എനിക്കെങ്ങനെയാണ് ശരിക്കും ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താണോ ശരിക്കും ചില സ്റ്റേറ്റ്മെന്റ്സ് മറ്റുള്ളവർക്ക് എത്താൻ തുടങ്ങിയത്? അങ്ങനെയാണോ? അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തുടക്ക വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ഈ ലോകത്തിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റ് കൺസെപ്റ്റ് വരുന്ന സമയത്താണ് ജയശ്രീ ഞാൻ തമ്മിലുള്ള ജീവിതത്തിനകത്ത് ഈ മേഖലകൾ മുഴുവൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഒരേ സമയത്ത് തന്നെ നാട്ടുകാരോട് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നാട്ടുകാരോട് സംസാരിക്കുന്നതിനോടൊപ്പം പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജയശ്രീ ഞാനും കൂടെ ആദ്യമായിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം നമ്മൾ ആകെ 15 രൂപയുടെ ചെലവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഒന്നിച്ചു വരുന്നതിന്. കല്യാണം എന്ന് പറയുന്ന അവിടെ നാട്ടുകാർ മുഴുവൻ കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര ചെലവ്, കടത്തിലാകുന്ന അങ്ങനെ കടത്തിലാകുന്ന സമയത്ത് ഒരു കടവും ഇല്ലാതെ ഒന്നും അങ്ങനത്തെ ഒരു ചെലവില്ലാതെ ഞങ്ങൾ എൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ആളുകൂടി. അല്ല, അവിടെയൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ മൈത്രേന് ആണുങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ പ്രിവിലേജ് ഉണ്ട്. നമ്മുടെ ഒരു ലോകം അതേയല്ല, സ്ത്രീകളുടെ ലോകം അതല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് സെൽഫ് ഡിഫെൻസീവ് ആകേണ്ട കാര്യമാണ് വെച്ചാൽ അതുവരെ എന്നെ നല്ല പെണ്ണായിട്ട് കണ്ടിരുന്ന ആളുകൾ മുഴുവനും ആ ദിവസം തൊട്ട് എന്നെ ഒരു ചീത്ത സ്ത്രീയായിട്ട് കാണുകയാണ്. അത് ആണുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും ചുറ്റും എൻ്റെ ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ അന്ന് തൊട്ട് ഞാൻ വേറൊരു മോശമായാളായിട്ട് മാറുന്നുണ്ട് ഒരു വശത്ത്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് കേട്ടോ, അങ്ങനെ അല്ലാതെ അപ്പം അങ്ങനെ അല്ലാത്ത നമ്മളെ പോലെ ചിന്തിക്കുന്നവരെ കണ്ടെത്തുക എന്നുള്ള എൻ്റെ ബാധ്യതയും കൂടിയാണ്. അപ്പം അതുപോലെ ഒരുപാട് ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവരെ ഒരുമിച്ച് കണ്ടെത്തുകയും ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ സംഘടനയും സംഘടനാ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അത് എൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ളവരെ നമ്മൾ ഇതിലേക്ക് സമൂഹത്തെ മാറ്റാൻ വേണ്ടിയോ ബാക്കിയുള്ളവരെ രക്ഷിക്കാനും വേണ്ടിയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ. നമുക്ക് ജീവിക്കണമെങ്കിൽ അത് ആവശ്യം, എനിക്ക് ജീവിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വ്യക്തി ജീവിതത്തിനകത്ത് ഞാനും ജയശ്രീയോ അല്ലെങ്കിൽ ഞാനും ജീവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് അനുകൂലമാക്കിയേ പറ്റും.
കേരളത്തിനകത്ത് നമ്മൾ പൊതുപ്രവർത്തനമായിട്ട് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ഗുണപരത ഉയർത്താൻ തന്നെയാണ്. അല്ലാതെ ആളുകളെ ഉദ്ധരിക്കുക എന്ന് പറയുന്ന യുക്തി കൊണ്ട് മാത്രമല്ല. അങ്ങനെയല്ല അത്. അങ്ങനെ വിഭജിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതങ്ങനെ പറ്റത്തേ ഇല്ല. നമ്മൾ ഇപ്പൊ എൻ്റെ വീടിന്റെ ചുറ്റുപാടുമുള്ള ആളുകളെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം എൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ തന്നെയാണ്. അത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മറ്റേത് ഈ പഴയകാല സാമൂഹിക ഉദ്ധാരകരുടെ യുക്തിക്കകത്താണ്. അങ്ങനെയല്ല ജനാധിപത്യത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. ജനാധിപത്യത്തിനകത്ത് എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരും എല്ലാവരും ചുറ്റുപാടിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആൾക്കാരാണ്. കാരണം നമ്മൾ രാഷ്ട്രീയമായ വ്യക്തിയാണ്, വോട്ടിടേണ്ട ആളാണ്. അപ്പൊ ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കാനും ഉത്തരവാദിത്തമുള്ള ആളാണ് പൗരൻ, അവകാശമുള്ള ആളാണ് പൗരൻ, കടമകളുള്ള ആളാണ് പൗരൻ. അതേസമയത്ത് പ്രജയ്ക്ക് അനുസരണയും ലോയൽറ്റിയും മതി. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. കാട്ടിലെ തടി ദേവരുടെ ആന എന്ന് പറയുന്ന നിലവാരത്തിലാണ് പ്രജ ജീവിക്കുന്നത്. പറയുന്നത് അനുസരിച്ചാൽ മതി എന്നുള്ളതാണ്. ആ അനുസരണയിൽ നിന്ന് മാറി ഉത്തരവാദിത്തപ്പെട്ട പൗരരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തണം. ഞാൻ നേരത്തെ നമ്മൾ പ്രായമായവര് അത് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെയാണ്. പൗരനാകുന്ന ആള് അയലത്തെ വീട്ടുകാരുമായി സഹകരിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഒറ്റപ്പെട്ട് പരക്കാതിരിക്കുകയല്ല വേണ്ടത്. അവിടെയാണ് നമ്മുടെ പുതിയ ഇണകളെ കണ്ടെത്തുന്ന കഥയും പറയുന്നത് വരുന്നത്. ഈ മേഖലകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പൗരന് എന്താണ് എന്നുള്ളത് ഇതൊരിക്കൽ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നാടിനെ ട്രാൻസ്ഫോം ചെയ്യും. ആളുകൾ നമ്മളോട് ചോദിക്കുമല്ലോ, വീട്ടിൽ ഇപ്പോൾ സ്ത്രീകൾ, അതിനുശേഷം ഞങ്ങളിപ്പോൾ 80-80കളിലാണ്, അതിനുശേഷം അല്ലെങ്കിൽ മുമ്പും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് അങ്ങനെ വരുന്നില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം മാറിയില്ലേ കേരള സമൂഹം ഭയങ്കരമായിട്ട് മാറുന്നു. അപ്പം മാറുന്ന സമയത്ത് നമ്മളോട് ആളുകൾ സംസാരിക്കുമല്ലോ, അങ്ങനെ സംസാരിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു, അങ്ങനെ വരുന്നു. ഞാനെങ്ങനെയാണ് അത്രയാണ് കാണുന്നത്. അല്ലാതെ ഞാനിതൊന്നും ഒരു ബാധ്യതയായിട്ട് സമൂഹത്തെ മാറ്റുക എൻ്റെ ബാധ്യതയോ എൻ്റെ ഉത്തരവാദിത്തമായിട്ടൊന്നും ഞാൻ എടുക്കാറില്ല. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യം തന്നെയാണ്. അപ്പം അതങ്ങനെ തന്നെ പോട്ടെ. എന്താ പറയുക, യാത്ര തുടരട്ടെ, ചിന്തകൾ പൂക്കട്ടെ, പ്രകാശം പകരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.